ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. പച്ചരി വെച്ചിട്ട് വീട്ടിലുള്ള പച്ചരി കൊണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക, കുറച്ച് മീനും ഉണ്ടെങ്കിൽ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു കപ്പ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്, 250 ml. ഒരു കപ്പ് കൂടെ എടുത്തേക്കാം. 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വൃത്തിയായി കഴുകിയിട്ട് കുതിരാനിടാം. 3 തവണ നന്നായി വൃത്തിയായി കഴുകിയിട്ട് അതിൻ്റെ ആ സ്മെല്ലൊക്കെ നന്നായിട്ട് പൊക്കോട്ടെ. എന്നിട്ട് ഒന്ന് കുതിരാനിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരട്ടെ. ഇതാട്ടോ ഫിഷ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുടുത എന്ന് പറയുന്ന ഒരു തരം മീനാണ്, പീസാക്കിയത്. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ചെറിയുള്ളി, വെളുത്തുള്ളി, ലേശം കുരുമുളക്, ഒരു കൊത്ത് കറിവേപ്പില ഒക്കെ കൂടി ഒന്ന് അരച്ചെടുത്താണ്. ലേശം ഇഞ്ചിയും കേട്ടോ, ഇതൊന്ന് അരച്ചെടുത്താണ്. ഇത് ഒക്കെ കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു കുടം വെളുത്തുള്ളി അല്ലി, ഒരു 2 ചെറിയ പീസ് ഇഞ്ചി, ഇതൊന്ന് ചതച്ചെടുക്കണം. അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, അത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് 3 വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ട് ലേശം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട്, ഏകദേശം ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് പൊട്ടിട്ട് അതിലോട്ട് കുറച്ച് മല്ലിയില, പുതിന ഇട്ട് കൊടുക്കാം. പാകത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുത്തായിരുന്നേ. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിരുന്നേ. ഇപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കറക്റ്റായിട്ട് വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഫിഷ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഫ്രൈ ചെയ്തിട്ട് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കടായി എടുത്തിട്ടുണ്ട്. 7 കപ്പ് ഞാൻ ഇതിന് 2 കപ്പ് 250 ml 2 കപ്പ് റൈസാണ് എടുത്തത്. 7 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരി വാരി വെച്ചത് ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂർ ഞാൻ കുതിരാനിട്ടിട്ടുണ്ടാവും. ഇതൊന്ന് തിളച്ച് വേവട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഏകദേശം വേവായി തുടങ്ങി. അര വേവോളം ആയി. ഇനി ഒരു 1/4 വേവ് കൂടെ മതിയാവും. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് മതി, ഊറ്റിയെടുക്കാം കേട്ടോ. ഒരു 70% വേവ് മതിയാവും. അതങ്ങനെ എടുത്ത് ഞാനൊരു അരിപ്പയിലേക്ക് കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫിഷും ആ മസാലയൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെ കുറച്ച് മല്ലിയില, പുതിന ഇല ഇട്ട് കൊടുക്കാം. ലേശം നെയ്യ് ഒഴിച്ച് കൊടുക്കാം.
കുറച്ച് മതിയാവും കേട്ടോ നെയ്യൊക്കെ. ഇതൊന്ന് സിമ്മിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ഞാൻ സിമ്മിൽ വെച്ച് ഇപ്പോൾ റൈസ് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ.